എല്ലാവർക്കും നമസ്കാരം. ഈ ജ്യോതിഷശാസ്ത്രം എന്നത് അത്യന്തം ഗഹനമായ ഒരു വിഷയമാണ്. ഈ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സഞ്ചാരപഥങ്ങൾ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തുന്നു എന്ന് കൃത്യമായി വരച്ചു കാണിക്കുന്ന ഒന്നാണ് ഈ ആസ്ട്രോളജി അല്ലെങ്കിൽ ജ്യോതിഷം. ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഭാരതീയ ജ്യോതിഷം ഇതിൽ കൃത്യമാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയുടെ തംബ്നെയിൽ പോസ്റ്ററിൽ നിങ്ങൾ കണ്ട ആ ഒരു വാചകമുണ്ട്. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈ 5 സ്ത്രീ നക്ഷത്രക്കാർ എന്തോ വലിയ ദോഷമുള്ളവരാണെന്നും അവർ കാരണം കുടുംബം എന്നേക്കുമായി തകർന്നു പോകും എന്നും പലരും തെറ്റിദ്ധരിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ജ്യോതിഷശാസ്ത്രം എന്താണ് ഇതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ പറയുന്നതെന്ന് നാം ഓരോരുത്തരും ഉറപ്പായും മനസ്സിലാക്കിയിരിക്കണം. സത്യത്തിൽ ഈ പറയുന്ന 5 സ്ത്രീ നക്ഷത്രക്കാർ അങ്ങേയറ്റം ബുദ്ധിമതികളും കുടുംബത്തോട് ആത്മാർത്ഥതയുള്ളവരും എത്ര വലിയ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിവുള്ളവരുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് പഴയ കാലം മുതൽക്ക് ഇങ്ങനെയൊരു ചൊല്ല് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കുന്നതെന്ന് ചോദിച്ചാൽ, ജ്യോതിഷത്തിലെ ചില പ്രത്യേക ദശാകാലങ്ങളും ഗ്രഹസ്ഥിതികളുമാണ് ഇങ്ങനെയൊരു അവസ്ഥ ഈ നക്ഷത്രക്കാർക്ക് സൃഷ്ടിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു വ്യക്തി ജനിക്കുന്ന സമയത്തെ ഗ്രഹങ്ങളുടെ നിൽപ്പ് അതനുസരിച്ചാണ് അവരുടെ ജാതകം നമ്മൾ ഗണിച്ചെടുക്കുന്നത്. ഇതിൽ ചൊവ്വാദോഷം 8-ൽ ചൊവ്വ, അല്ലെങ്കിൽ കർമ്മഭാവത്തിൽ ചൊവ്വ, ദാമ്പത്യ ബന്ധത്തിൽ ചൊവ്വാദോഷം, അതുപോലെ തന്നെ കുടുംബത്തിൽ ദാരിദ്ര്യയോഗം തുടങ്ങി അനവധി ദോഷങ്ങളെക്കുറിച്ച് ജ്യോതിഷം വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഈ പറയുന്ന 5 സ്ത്രീ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ചില പ്രത്യേക ദശാകാലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ചും ഈ പാപഗ്രഹങ്ങളുടെ സ്വാധീനം വരുമ്പോൾ മാത്രമാണ് ഇത്തരം ദോഷഫലങ്ങൾ ഫലത്തിൽ വരുന്നത്. അല്ലാതെ അവർ ജനിച്ചതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അവരുടെ ജീവിതകാലം മുഴുവനും ഒരു വീടിനും ഒരു ദോഷവും സംഭവിക്കുന്നതല്ല. അപ്പോൾ ഈ പറഞ്ഞ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അവർക്ക് അനുഭവപ്പെടുന്ന ഈ മാനസിക സംഘർഷങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണം അവർക്ക് പല ദുർബുദ്ധികൾ അവരുടെ മനസ്സിൽ വന്നു ചേരുകയും പല തെറ്റായ തീരുമാനങ്ങൾ ഈ സമയങ്ങളിൽ എടുക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതിനെ തുടർന്ന് പല അബദ്ധങ്ങളും സംഭവിക്കുകയും ചെയ്യുന്നതും ഇതിന് കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരവസ്ഥ വരുമ്പോൾ അവർ മുഖേന അവരുടെ കുടുംബത്തെയും ഇത് ബാധിച്ചേക്കാം. ഇത്ര മാത്രമേ ജ്യോതിഷം ഇതിലൂടെ അർത്ഥമാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്, മറിച്ച് ജ്യോതിഷം അനുശാസിക്കുന്ന കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് അവരെ വീടിൻ്റെ ഐശ്വര്യമാക്കി മാറ്റുകയാണ് വേണ്ടത്. നമുക്ക് ആ 5 സ്ത്രീ നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായി നമുക്ക് വീടിൻ്റെ അത്താണിയായി മാറുന്ന, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞു വയ്ക്കുന്ന ആ 3 പുരുഷ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ 3 പുരുഷ ശ്രേഷ്ഠന്മാരെ കുറിച്ച് ആദ്യം പറയാൻ കാരണം, ഇത് നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ട് വേണം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആ സ്ത്രീ നക്ഷത്ര ജാതകരിലേക്ക് കടന്നു ചെല്ലാൻ. ഈ പറഞ്ഞ പുരുഷ കേസരികളിൽ ഒന്നാമത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർ. അശ്വതി നക്ഷത്രക്കാരായ പുരുഷന്മാർ പൊതുവെ വളരെ കഠിനാധ്വാനികളായിരിക്കും. ജ്യോതിഷപ്രകാരം കേതുവിൻ്റെ ദശയിലാണ് ഇവർ ജനിക്കുന്നതെങ്കിലും ഇവരുടെ ജീവിതത്തിൽ കുടുംബത്തോടുള്ള ആ ഒരു ഉത്തരവാദിത്തം അത് വളരെ വലുതായിരിക്കും. എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നാലും തൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും യാതൊരു കുറവും വരാതിരിക്കാൻ ഇവർ അഹോരാത്രം കഷ്ടപ്പെടുക തന്നെ ചെയ്യും. ചില സമയങ്ങളിൽ ഇവർക്ക് തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ ഉറപ്പായിട്ട് നേരിട്ടേക്കും. അതുപോലെ തന്നെ ജാതകത്തിൽ തൊഴിൽ സ്ഥാനത്ത്, അതായത് കർമ്മസ്ഥാനത്ത് പാപഗ്രഹങ്ങളുടെ സ്വാധീനം വരുന്ന ദശാകാലങ്ങളിൽ ഇവർക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടായേക്കാം. എങ്കിലും അതിൽ നിന്നെല്ലാം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാൻ ഇവർക്ക് ഉറപ്പായിട്ടും സാധിക്കും. പ്രത്യേകിച്ചും ഈ അശ്വതി നക്ഷത്രക്കാരായ പുരുഷന്മാരുള്ള വീടുകളിൽ അവർ തന്നെയാണ് ആ വീടിൻ്റെ ഏറ്റവും വലിയ താങ്ങും തണലുമായി മാറുന്നതും. അതായത് ഈ പുരുഷൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് പോലെ അശ്വതി നക്ഷത്രക്കാരാണ് ഈ വീടിൻ്റെ ഐശ്വര്യം. അതിന് രണ്ടാമത്തെ നക്ഷത്രം മകം നക്ഷത്രം. മകം പിറന്ന മങ്ക എന്ന് പറയുന്നത് പോലെ മകം പിറന്ന മന്നൻ എന്നുള്ള ആ ഒരു ചൊല്ലും നമ്മുടെ നാട്ടിൻ പുറത്തുണ്ട്. പറയാൻ കാരണം, ഈ ജ്യോതിഷശാസ്ത്രം അനുസരിച്ച് വളരെ മികച്ചൊരു നക്ഷത്രമാണ് ഈ പറഞ്ഞ മകം നക്ഷത്രം. ഈ നക്ഷത്രക്കാരിൽ ജനിച്ച പുരുഷന്മാർക്ക് ലീഡർഷിപ്പ്, ക്വാളിറ്റി എന്നിവ വളരെയധികം കൂടുതലായിരിക്കും. കുടുംബത്തിലെ ഏത് വലിയ പ്രശ്നങ്ങളും വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് ഉറപ്പായിട്ടും കഴിയും. എന്നാൽ ഇവരുടെ ജാതകത്തിൽ 8-ൽ ചൊവ്വയോ അല്ലെങ്കിൽ ദാരിദ്ര്യ യോഗമോ വരികയാണെങ്കിൽ ഇവരുടെ അധ്വാനത്തിന് തക്കതായ പ്രതിഫലം ലഭിക്കാതെയും വരും.
എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി എത്ര ഉപകാരം ചെയ്താലും അവസാനം ഇവർക്ക് പഴി കേൾക്കേണ്ട അവസ്ഥയായിരിക്കും വന്നു ചേരുന്നത്. എന്നാലും ഇവർ ഉപകാരം ചെയ്യാണ്ടിരിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ ദോഷദശാകാലങ്ങളും ഇവർക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണെങ്കിലും കുടുംബത്തിൻ്റെ നെടുന്തൂണായി എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ ഈ മകനക്ഷത്രക്കാരായ പുരുഷന്മാർ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതിന് മൂന്നാമത്തെ നക്ഷത്രം ഉത്രാട നക്ഷത്രം. സൂര്യൻ്റെ നക്ഷത്രമാണ് ഈ ഉത്രാട നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ആ ഒരു പ്രതാപം ഈ നക്ഷത്രക്കാർക്ക് എപ്പോഴും ഉണ്ടാകും. കുടുംബത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിൽ ഇവർ ഏറ്റവും മുൻപന്തിയിലായിരിക്കും. തൻ്റെ കുടുംബത്തിലേക്ക് ദോഷങ്ങൾ കടന്നു വരാതിരിക്കാൻ ഒരു വലിയ മതിൽ പോലെ, അതായത് ഒരു മതിലിന് സാമ്യമായി ഇവർ എപ്പോഴും കാവലുണ്ടാകും. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ശനിദശയോ രാഹുർദശയോ കടന്നു പോകുമ്പോൾ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നവും അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രതിസന്ധികളും ഉറപ്പായിട്ടും ഇവർ നേരിടും. അങ്ങനെ അത്ര ദുരിതമായ ഒരവസ്ഥയിലാണെങ്കിൽ പോലും തൻ്റെ വിഷമങ്ങൾ പുറത്തു കാണിക്കാതെ കുടുംബത്തിൻ്റെ അത്താണിയായി ഇവർ എപ്പോഴും നിലകൊള്ളുന്നതായിരിക്കും. ഇതാണ് ആ ഒരു വാസ്തവം. അതിന് നമുക്ക് നേരത്തെ സൂചിപ്പിച്ച ആ 5 സ്ത്രീ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും എന്തുകൊണ്ടാണ് ജ്യോതിഷത്തിൽ അങ്ങനെ ഒരു ചൊല്ല് ഇവർക്ക് വന്നതെന്നും അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. വാസ്തവത്തിൽ ഇവരുടെ യഥാർത്ഥ കഴിവുകളെയും സ്നേഹത്തെയും മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല എന്നതാണ് അതിൻ്റെ ആ ഒരു വാസ്തവം. പറയാൻ കാരണം ഇവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില മോശം ദശാകാലങ്ങൾ മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ആ ഒരു പ്രഥമ കാരണം. ഇതിലേക്ക് വരുന്ന ഒന്നാമത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാരായ സ്ത്രീകൾ വളരെ ബുദ്ധിമതികളും സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും. ബുധൻ്റെ നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് കാര്യവും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള, അതായത് ഗ്രഹിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ആയില്യം നക്ഷത്രക്കാർക്ക് പലപ്പോഴും അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ, ജ്യോതിഷപ്രകാരം ഇവരുടെ ജാതകത്തിൽ ചൊവ്വാദോഷം വരികയോ അല്ലെങ്കിൽ കുടുംബസ്ഥാനത്ത് പാപഗ്രഹങ്ങൾ നിൽക്കുകയോ ചെയ്താൽ ഇവരുടെ വാക്കുകൾ പലപ്പോഴും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ ഉറപ്പായിട്ടും കാരണമാകും. ഇവർ നല്ല ഉദ്ദേശത്തോടു കൂടി പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഭർത്താവിനോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടാതെ വരും. അങ്ങനെ ഇഷ്ടപ്പെടാതെ വരുന്നതുകൊണ്ട് അത് വലിയ കലഹങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. പ്രത്യേകിച്ചും ഈ 7.5 ശനിയോ അല്ലെങ്കിൽ കണ്ടക ശനിയോ നടക്കുന്ന ആ സമയങ്ങളിൽ ഇവർ നിൽക്കുന്നിടത്ത് സമാധാനമില്ലാത്ത ഒരവസ്ഥ സംജാതമാകും. അപ്പോൾ ഈ ഒരു സമയത്താണ് പലരും ഈ ആയില്യം നക്ഷത്രക്കാരെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നതും. എന്നാൽ ദശാകാലം മാറി നല്ല സമയം വരുമ്പോൾ ഇതേ ആയില്യം നക്ഷത്രക്കാരിൽ നിന്നും ആ വീടിന് വലിയ ഐശ്വര്യവും സമ്പത്തും സമാധാനവും വന്നെത്തുകയും ചെയ്യും. അതിന് രണ്ടാമത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വളരെ ധൈര്യശാലികളും കാര്യപ്രാപ്തിയുള്ളവരുമാണ്. ഒരു കുടുംബത്തെ മുഴുവൻ സ്വന്തം ചുമലിൽ ഏറ്റാൻ ഏറ്റവും കഴിവുള്ളവരാണ് ഈ സ്ത്രീ നക്ഷത്രക്കാർ. എന്നാൽ ജ്യോതിഷപ്രകാരം ഇവരുടെ ജാതകത്തിൽ 8-ൽ ചൊവ്വയോ അല്ലെങ്കിൽ ദാരിദ്ര്യ യോഗമോ ഉണ്ടെങ്കിൽ വിവാഹ ജീവിതത്തിൽ ഇവർക്ക് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം. ഭർത്താവുമായി എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഈ ഗ്രഹസ്ഥിതി തീർച്ചയായും കാരണമാകും. ഇവർ എത്ര സ്നേഹം കാണിച്ചാലും അത് തിരികെ ലഭിക്കാത്ത അവസ്ഥയും ഈ സമയത്ത് സംജാതമാകും. അപ്പോൾ ഇത്തരം മോശം ദശാകാലങ്ങളിൽ ഇവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ ഉറപ്പായിട്ടും ബാധിക്കും. അങ്ങനെ ബാധിക്കുമ്പോഴാണ് ഈ പുറത്തു നിന്നുള്ളവർ ഇവരെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നതും. അപ്പോൾ ഈ തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകൾ യഥാർത്ഥത്തിൽ വീടിൻ്റെ ഒരു നിലവിളക്കാണ്. എന്നാൽ ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ അല്ലെങ്കിൽ ആ ഒരു നീച അവസ്ഥ വരുമ്പോൾ ഇവരെ പലപ്പോഴും വില്ലത്തികളാക്കി ചിത്രീകരിക്കാറുണ്ട്. ഈ ഒരൊറ്റ ന്യൂനത മാത്രമേ ഇവർക്കുള്ളൂ. അതിന് മൂന്നാമത്തെ നക്ഷത്രം മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാരെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്. എന്നാൽ കേതുവിൻ്റെ നക്ഷത്രമായ മൂലം നക്ഷത്രം അങ്ങേയറ്റം ആത്മീയതയുള്ളവരും ഈശ്വരവിശ്വാസമുള്ളവരുമായ ഒരു നക്ഷത്രത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഈ മൂലം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറുള്ളവരാണ്. എന്നാൽ ഇവരുടെ ജാതകത്തിൽ ചൊവ്വയുടെയും രാഹുവിൻ്റെയും ഒക്കെ സ്വാധീനം മോശമായി വരുന്ന ആ ഒരു സമയത്ത് ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല നഷ്ടങ്ങളും ഉറപ്പായിട്ടും സംഭവിച്ചേക്കും. അത് സാമ്പത്തിക നഷ്ടമാകാം, അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ആ ഒരു തകർച്ചയാകാം. അപ്പോൾ ഇത്തരം സമയങ്ങളിൽ ഇവർക്ക് സ്വന്തം വീട്ടിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കാത്ത ആ ഒരവസ്ഥയും ഉറപ്പായിട്ടും സംജാതമാകും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇവർ കാരണം
അവരുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായിട്ട് മറ്റുള്ളവർ കാണാറുള്ളത്. അപ്പോൾ ഈ ജ്യോതിഷശാസ്ത്രം വ്യക്തമായി പറയുന്നത് ഈ മൂലം നക്ഷത്രക്കാരുടെ ദോഷങ്ങൾ പരിഹരിച്ചാൽ അവരെപ്പോലെ സ്നേഹമുള്ള മറ്റൊരു നക്ഷത്രമില്ല എന്നാണ് കൃത്യമായി ജ്യോതിഷം അടിവരയിട്ട് പറയുന്നത്. ഇനി 4ാമത്തെ നക്ഷത്രം പൂര നക്ഷത്രം. നല്ല ചുറുചുറുക്കും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് പൂര നക്ഷത്രക്കാരായ സ്ത്രീകൾ. ശുക്രൻ്റെ നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കലകളോടും സൗന്ദര്യത്തോടും താല്പര്യം വളരെ കൂടുതലായിരിക്കും. എന്നാൽ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ജാതകത്തിൽ ചൊവ്വാദോഷം ശക്തമായി നിലനിൽക്കുകയാണെങ്കിൽ ഇവർക്ക് ഭർത്തൃ വീട്ടിൽ ഒത്തുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇവരുടെ സ്വതന്ത്രമായ ചിന്തകളെ മറ്റുള്ളവർ അടിച്ചമർത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും വലിയ ഇവർ നേരിടുന്ന ആ ഒരു പ്രശ്നം. എന്നാൽ തൻ്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിച്ചതൊന്നും നടക്കുന്നില്ല എന്ന ആ ഒരു ചിന്ത ഇവരെ മാനസികമായി തളർത്തുന്നതുമായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു ചിന്ത വരുന്നത് കൊണ്ട് ഇവർ എപ്പോഴും ദേഷ്യക്കാരായ ആ ഒരു പ്രകൃതത്തോടു കൂടിയായിരിക്കും മുന്നോട്ട് പോകുന്നതും. അപ്പോൾ ഇത്തരം സമയങ്ങളുണ്ടാകുന്ന വാക്കുതർക്കങ്ങൾ വീടിൻ്റെ സമാധാനം ഉറപ്പായിട്ടും കെടുത്തുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ നക്ഷത്രക്കാരെ പലപ്പോഴും എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അല്ലാതെ ഇവരുടെ കുറ്റം കൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി 5ാമത്തെ നക്ഷത്രം വിശാഖ നക്ഷത്രം. വളരെ ചിട്ടയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വിശാഖ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ. വ്യാഴത്തിൻ്റെ നക്ഷത്രമായതുകൊണ്ട് തന്നെ ന്യായവും നീതിയും പാലിക്കാൻ ഇവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ശനിയുടെയോ ചൊവ്വയുടെയോ അപഹാരകാലങ്ങൾ വരുമ്പോൾ ഇവരുടെ ഈ ചിട്ടകൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായി മാറും എന്നതാണ് അതിൻ്റെ ആ ഒരു വാസ്തവം. അതായത് താൻ പറയുന്നതാണ് ശരി എന്ന ഇവരുടെ ആ ഒരു നിർബന്ധം, അതിപ്പോൾ കുടുംബത്തിലാണെങ്കിൽ ശരി, ഭർത്താവിൻ്റെ അടുത്താണെങ്കിൽ ശരി, ഇനിയിപ്പോൾ ഇവരുടെ കുട്ടികളുടെ അടുത്താണെങ്കിൽ ശരി, ഇത് വലിയ പ്രശ്നങ്ങൾക്ക് ഉറപ്പായിട്ടും കാരണമാകും. ഇവരുടെ കർമ്മമേഖലയിൽ, അതായത് ജോലി ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കർമ്മമേഖലയിൽ പ്രത്യേകിച്ചും ഈ പാപഗ്രഹങ്ങൾ നിൽക്കുക കൂടി ചെയ്താൽ ഇവർക്ക് സാമ്പത്തികമായി പല തിരിച്ചടികളും ഉറപ്പായിട്ടും നേരിടേണ്ടി വരും. ഇത് കുടുംബത്തിൽ മൊത്തത്തിലുള്ള ആ ഒരു സാമ്പത്തിക ഭദ്രതയെ ഉറപ്പായിട്ടും ബാധിക്കും. അങ്ങനെ ബാധിക്കുമ്പോൾ ഈ സ്ത്രീയാണ് എല്ലാത്തിനും കാരണമെന്ന് മറ്റുള്ളവർ ഇവരെ ചൂണ്ടിക്കുറ്റപ്പെടുത്തും. ഇതാണ് വഴക്കിനുള്ള ഏറ്റവും വലിയ കാരണം. എന്നാൽ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ആ ഒരു സമയത്തോ ഇവരെക്കാൾ ശ്രേഷ്ഠമായ മറ്റാരുമില്ല എന്ന് തന്നെ മനസ്സിലാക്കാനും സാധിക്കും. എന്നാൽ പൊതുവെ പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ജ്യോതിഷശാസ്ത്രം ദോഷങ്ങൾ മാത്രമല്ല പറയുന്നത്, അതിനുള്ള കൃത്യമായ പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 8 നക്ഷത്രക്കാരിൽ നിങ്ങളോ നിങ്ങളുടെ ഭർത്താവോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. ഏതൊരു ദോഷത്തിനും ഏറ്റവും വലിയ പരിഹാരം ഏത് എന്ന് ചോദിച്ചാൽ അത് നിഷ്കാമമായിട്ടുള്ള ഈശ്വരഭജനം തന്നെയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും മേൽ പറഞ്ഞ ഈ 5 സ്ത്രീ നക്ഷത്രക്കാർ അവരുടെ ദശാകാലങ്ങളിലെ ബുദ്ധിമുട്ടുകൾ മാറാൻ ചിട്ടയായ പ്രാർത്ഥനകൾ ഒന്ന് ഏകീകരിച്ച് വെക്കണം. അതായത് ജാതകത്തിൽ ചൊവ്വാദോഷം, 8 ചൊവ്വ എന്നിവ ഉള്ളവർ ചൊവ്വാഴ്ചകളിൽ വ്രതം നോൽക്കുന്നത് അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ രാവിലെ കുളിച്ച് ശുദ്ധിയായി വീട്ടിൽ 5 തിരിയിട്ട് നെയ്വിളക്ക് കൊളുത്തി ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുന്നത്, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള കീർത്തനങ്ങളോ പാരായണം ചെയ്യുന്നത് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും വീട്ടിലും കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ആ ഒരു ദിവസം അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും പോകണം. അതുപോലെ തന്നെ ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണെങ്കിലും അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ ദാരിദ്ര്യയോഗം പോലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പുരുഷ നക്ഷത്രക്കാർ ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ അന്നദാനം പോലുള്ള സൽക്കർമ്മങ്ങൾ നിങ്ങളെക്കൊണ്ട് കഴിവുന്നതും ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൂടാതെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു നല്ല ജ്യോതിഷ പണ്ഡിതനെ കണ്ട് നിങ്ങളുടെ ജാതകം കൃത്യമായി പരിശോധിച്ച് നിലവിൽ ഏത് ദശാകാലമാണ് നിങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മൃത്യുഞ്ജയ ഹോമമോ ഗണപതി ഹോമമോ, ഇനിയിപ്പോൾ ഭഗവതി സേവ വീട്ടിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ വീട്ടിൽ ഈ കാർമ്മികനെ കൊണ്ടുവന്ന് ചെയ്യിക്കുന്നതും അത്യുത്തമമായിരിക്കും. എപ്പോഴും ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ ജ്യോതിഷശാസ്ത്രപ്രകാരം ഗ്രഹങ്ങളുടെ ആ സഞ്ചാരം കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഒരിക്കലും ഒരു ശാശ്വതമായ ഒരു ബുദ്ധിമുട്ടല്ല, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ ഈ ദോഷകാലങ്ങളിൽ നല്ല ക്ഷമയോടുകൂടി ഈശ്വരനെ വിളിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും ഒരു നല്ല കാലം ഇതിനെ തുടർന്ന് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും ഈ ജ്യോതിഷം, അതായത് നമ്മുടെ ഭാരതീയ ജ്യോതിഷം എന്ന ആ ഒരു മഹാശാസ്ത്രം ഒരു നല്ല വഴികാട്ടിയാണ്. ആ വഴികാട്ടിയെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട രീതിയിൽ പകർത്താൻ കഴിഞ്ഞാൽ ഏതൊരു ദോഷത്തെയും നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും നിങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.